റമദാനിൽ നോമ്പ് പിടിക്കും. നോമ്പിന് നോമ്പിൻ്റെതായ രീതിക്ക് നോമ്പ് നോൽക്കണം. നോമ്പ് പല രീതിയിലുണ്ട്. സൗമുൽ ഉമൂം ഉണ്ട്, സൗമു ഖുസൂസ് ഉണ്ട്, സൗമു ഖുസൂസിൽ ഖുസൂസ് ഉണ്ട്. 3 രീതിക്കാണ് നോമ്പ്. ചുമ്മാ വെറുതെ ഫുഡടിച്ച് റാഹത്തായിട്ട് രാവിലെ അത്താഴം കഴിച്ചിട്ട് നേരെ പോയിരുന്ന് നോമ്പ് പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് തിരിച്ചു വന്നിട്ട് സിനിമയും കണ്ടുകൊണ്ട് മാർക്കറ്റുകൊണ്ടിരിക്കുക. രക്ഷപ്പെട്ട് അല്ലാഹു നമ്മളെ കാക്കണം. ഇതൊന്നും നോമ്പാവൂല, മനസ്സിലായിക്കോ. ഇതൊന്നും ഒരു നോമ്പല്ല. ഇന്നിപ്പോ നടക്കുന്ന നോമ്പൊക്കെ അതാണ്. പകല് മുഴുവൻ ഉള്ള സിനിമ മുഴുവൻ കാണുക. ഒരു 3 സിനിമ കണ്ട് തീരുമ്പോൾ അസറായി റാഹത്ത്. അപ്പൊ പതുക്കെ ഏതെങ്കിലും നല്ല ഫുഡുണ്ടോ പള്ളി വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടാവും, അവിടുത്തെ പടം ഉൾപ്പെടെ. അപ്പൊ അങ്ങോട്ടേക്ക് പോവാണ്. ഫുഡും കഴിച്ച് പിന്നെ തിരിച്ചു വന്ന് വീട്ടിലുള്ളവർ കഴിക്കും. അപ്പോഴത്തേക്ക് അടുത്ത വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന് തറാവീഹ് അലന്തറ മുതൽ താഴോട്ട് ഏറ്റവും നല്ല സ്പീഡിൽ പോകുന്ന ഹത്തീബ്. അപ്പൊ പറഞ്ഞു ഇവിടെ ഇല്ല, അങ്ങ് മൊഗ്രാലി പോകണം. ആയിക്കോട്ടെ, ഉദാഹരണം പറഞ്ഞാട്ട് ഇനി അങ്ങോട്ട് പോരും. അപ്പൊ നേരെ ഇവിടുന്ന് വണ്ടി എടുത്ത് അങ്ങ് പോവാണ്. ഇതന്നെ നമ്മുടെ കൗമിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. ഒരു ട്രെൻഡാണ് ഇപ്പോൾ. ചെറുപ്പക്കാർക്കൊക്കെ വൈകുന്നേരം ആകുമ്പോൾ ബൈക്ക് എടുത്ത് ബുള്ളറ്റൊക്കെ എടുത്ത് സെറ്റ് ചെയ്തിട്ട് റാഹത്തായിട്ടൊരു യാത്ര. 1 മണിക്കൂർ നേരം ഇങ്ങനെ കറങ്ങി നടക്കുക, ബൈക്കിൽ ഇങ്ങനെ കറങ്ങി. അപ്പൊ അവിടെ എത്തുമ്പോഴത്തേക്കോ അലന്തറ മുതൽ താഴോട്ട് ഊതുന്ന പള്ളിയാണ് ഏറ്റവും നല്ല സ്പീഡിൽ ഓതുന്ന ഹത്തീബിനെയും വേണം. അങ്ങനെയാണ്, വേഗം തീർക്കണം. അവിടെ എത്തുമ്പോൾ ഒരു 10 റക്അത്ത് കഴിഞ്ഞിട്ടുണ്ടോ, എന്നാലും കുഴപ്പമില്ല. ഒരു 10 നിസ്കരിച്ചിട്ട് വേഗം തന്നെ അവിടുന്ന് പിന്നെ ഇറങ്ങി നല്ല ജ്യൂസ് കോർണർ എവിടെയാ ഉള്ളത് നോക്കി ജ്യൂസ് കൗണ്ടറിലുണ്ട്, അങ്ങോട്ട് ഓടുക. അവിടെ പോയി ജ്യൂസൊക്കെ കുടിച്ച് ഒരു അൽഫാമൊക്കെ അടിച്ച് സെറ്റായിട്ട് രാത്രി 2 മണിയാകുമ്പോൾ വന്ന് ഒറ്റ കടത്ത. സുബഹിയും ഇല്ല, ഒന്നുമില്ല. വേണേ നിയ്യത്ത് വെച്ചേക്കും, കഴിഞ്ഞു. എന്ത് നോമ്പ്, എന്ത് കാര്യം. ഇതുകൊണ്ടൊന്നും ഒരു ഫലമില്ല, അത് മനസ്സിലായിക്കോ. നിനക്ക് വെറുതെ സാദാ സീത റമദാൻ, വെറുതെ ഒരു ശരീരത്തിൻ്റെതാകുന്ന പ്രോട്ടീനുകൾ കുറച്ചിട്ടുള്ളതാകുന്ന ഒരു രീതിയിലേക്ക്, വെറുതെ പട്ടിണി കിടക്കുന്ന ഒരു നോമ്പിലേക്ക് മാത്രം ഉദരം കൊണ്ടുള്ള കേവലം നോമ്പ് പിടുത്തമായി മാറിയിരിക്കുന്ന ഈ ഉമ്മത്തിൻ്റെത്. ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളെയും കൊച്ചുവിലങ്ങിടണം, അപ്പോഴേ നോമ്പാവുള്ളൂ. ഹറാമിനെ തൊട്ട് എല്ലാ അവയവങ്ങളെയും സൂക്ഷിക്കണം. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ഇദാ സുംത ഫസും ബി ബസരിക വബി ഐനിക വബി ഉദ്നിക വബി അളായിക കുല്ലിഹാ. നോമ്പ് നോൽക്കുകയാണ് എങ്കിൽ കണ്ണിന് നോമ്പ് വേണേ, കാതിന് നോമ്പ് വേണേ, ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും നോമ്പ് വേണേ. ഹറാമായ തലത്തിലേക്ക് കണ്ണുകൊണ്ട് നോക്കാൻ പാടില്ല, ഹറാമായ തലത്തിലേക്ക് കൈകൊണ്ട് പിടിക്കാൻ പാടില്ല, ഹറാമായ തലത്തിലേക്ക് കാത് കൊടുക്കാൻ പാടില്ല, ഹറാമായ തലത്തിലേക്ക് കാലുകൊണ്ട് നടക്കാൻ പാടില്ല, ഹറാമായ സംസാരം പാടില്ല, ഹറാമായ ചിന്തകൾ പോലും ഒഴിവാക്കണേ. സൗമു ഖുസൂസിൽ ഖുസൂസ്. ഈ രീതിയിൽ ശരീരത്തിന് ആസകലം നോമ്പ് കൊടുക്കുമ്പോഴാണ് പ്രത്യേകക്കാരിൽ പ്രത്യേകക്കാരായ അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ തലത്തിലേക്ക് നീ എത്തുക. നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. പ്രത്യേകക്കാരിൽ പ്രത്യേകക്കാരായ നോമ്പ്, ആ നോമ്പ് നമുക്ക് പിടിക്കണം, അതിലേക്ക് എത്തണം. നമ്മളിപ്പോ ചെയ്യുന്നത് സൗമുൽ ഉമൂമാൻ, കേവലം ഭക്ഷണം ഒഴിച്ചു നിൽക്കുക, അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് നിൽക്കുക. അതൊന്നും വലിയ കാര്യമില്ല. അത് വേറെ സമുദായത്തിൽ നോമ്പുണ്ടല്ലോ. ഉദാഹരണത്തിന് മുട്ട ഒഴിവാക്കി നെറ്റ് നോമ്പ് പിടിക്കുന്ന സമുദായക്കാരുണ്ട്. മുട്ട പറ്റൂല, പാല് പറ്റൂല, അല്ലെങ്കിൽ മീൻ പറ്റൂല. അതൊഴിച്ച് ബാക്കിയൊക്കെ കഴിച്ചിട്ട് നോമ്പ് ബാക്കിയൊക്കെ കഴിക്കാം. അങ്ങനെ നോമ്പ് പിടിക്കുന്ന സമുദായം പോലെ. ഇന്നതുപോലെ നമ്മൾ ഭക്ഷണം മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കി ശരീരം കൊണ്ട് എല്ലാ തെറ്റും ചെയ്യാണ്, എല്ലാ കുരുത്തക്കേടും ചെയ്യാം. സിനിമയൊക്കെ ഇരുന്ന് റാഹത്തായിട്ട് കാണുക, സീരിയൽ കാണുക, റീൽസ് കാണുക, യൂട്യൂബിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ചാനലുകളും ഇങ്ങനെ മാറി മാറി കണ്ടുകൊണ്ടിരിക്കുക. കണ്ണുകൾ കൊണ്ട് ഹറാമ് കാണുന്നു, കാതുകൊണ്ട് എല്ലാ പാട്ടും കേട്ട് ആസ്വദിക്കുന്നു. വൈകുന്നേരം ആകുമ്പോൾ ഇറങ്ങി എവിടെയെങ്കിലും പോയി നോമ്പ് തുറക്കും. ഒന്നും ഒരു ഫായ്ദയില്ല. അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗുണം ലഭിക്കാത്തത് കൊണ്ടാണ്. ഇത് സൗമുൽ ഉമൂമാൻ, സാധാരണക്കാരുടെ നോമ്പാണ്. അതിന്ന് പദവി കയറണം. വയസ്സ് ഇത്രയായില്ലേ? 30, 40, 50, 60 വയസ്സായി. ഇനി എപ്പോഴാ ഒരു നല്ല നോമ്പ് നീ പിടിക്കുക? നിന്റെ ശരീരമാസകലം നോമ്പാകുന്നത് ഇനി എപ്പോ? നീ എന്നാ അത് പിടിക്കാനിരിക്കുന്നത്? മരണത്തിലേക്ക് അടുത്തില്ലേ? ഈ വർഷം റമദാൻ നിനക്ക് പുൽകുമെന്ന് ഉറപ്പുണ്ടോ? ഇനി ഒരാഴ്ചയുണ്ട് റമദാന്. ആ റമദാൻ നിനക്ക് എത്തിക്കിട്ടുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ഉറപ്പിക്കാൻ പറ്റൂല. അങ്ങനെ ഉറപ്പിച്ചിട്ട് രാത്രി ഉറങ്ങി എത്ര ആളുകൾ രാത്രി ഉറക്കിൽ തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട്? എത്ര ആളുകൾ മരിച്ചിട്ടുണ്ട്? ഉറങ്ങാന്ന് പറഞ്ഞാൽ തന്നെ ഒരു മരണമാണ്. അത് ആദ്യം മനസ്സിലാക്കും. ഉറക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മരണമാണ്. ഇനിയിപ്പോൾ ആരും സദസ്സിരുന്ന് ഉറങ്ങൂലല്ലോ.
ഞാൻ വെറുതെ പറഞ്ഞതല്ല, ആയത്താണത്. അല്ലാഹു യതവഫൽ അൻഫുസു ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ ഫയംസികുല്ലതീ ഖളാ അലൈഹൽ മൗത് വയുർസിലുൽ ഉഖറാ ഇലാ അജലിൻ മുസമ്മാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ലോകത്ത് നിന്ന് ഉറങ്ങാൻ കിടക്കുന്ന മുസ്ലിമേ, മുസ്ലിമത്തെ, നീ അറിയാതെ പോകരുതേ. ഉറക്കിലേക്ക് പോകുമ്പോൾ നിന്റെ റൂഹിനെ അല്ലാഹു പിടിച്ചു വെക്കുന്നുള്ള യാഥാർത്ഥ്യം അറിയാതെ പോകരുതേ, പോകരുതേ. അല്ലാഹു യതവഫൽ അൻഫുസു ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ ഫയംസികുല്ലതീ ഖളാ അലൈഹൽ മൗത്. ഉറക്കിൽ കിടക്കുന്ന മനുഷ്യൻ ഉറക്കിൽ തന്നെ സ്വന്തം ഭാര്യ വന്നുകൊണ്ട് ഭർത്താവിനെ വിളിക്കുമ്പോ എഴുന്നേൽക്കാത്ത ഭർത്താക്കന്മാരില്ലേ? രാത്രിയിൽ തന്നെ സൈലന്റ് അറ്റാക്കാണ്. രാവിലെ ഇതാ ഭാര്യ വിളിച്ചുണർത്തുന്ന ഭർത്താവ്, ഭാര്യ എഴുന്നേൽക്കുന്നില്ല. റൂഹിനെ പിടിച്ച അല്ലാഹു, ആത്മാവിനെ ഉറക്കുന്ന സമയത്ത് പിടിച്ച അല്ലാഹു അത് തിരിച്ചു നൽകാതെ അല്ലാഹു പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് വിശുദ്ധമായ ഖുർആൻ. എന്നാൽ നീ ചെന്ന് തട്ടി വിളിക്കുമ്പോ എഴുന്നേൽക്കുന്നത് എന്തുകൊണ്ടെന്നറിയുമോ? വയുർസിലുൽ ഉഖറാ ഇലാ അജലിൻ മുസമ്മാ. റൂഹ് പിടിക്കാൻ സമയമെത്താത്തത് കൊണ്ടാണ് നീ ചെന്ന് വിളിക്കുമ്പോ ഭാര്യ എഴുന്നേൽക്കുന്നത്. ഭർത്താവേ, നീ ചെന്ന് വിളിക്കുമ്പോ നിന്നെ ഭാര്യ എഴുന്നേൽക്കാനുള്ള കാരണം അവളുടെ റൂഹിന് അല്പം കൂടി അല്ലാഹു ആയുസ് നൽകിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഉറക്കത്തിൽ തന്നെ പിടിച്ചു വെച്ചതാകുന്ന റൂഹിനെ അല്ലാഹു പിന്നെ തിരിച്ചിട്ട് തരൂല. തിരിച്ചിട്ട് തരുന്നത് എന്തുകൊണ്ടാണ്? കുറച്ചാലും കൂടെ ജീവിച്ചോട്ടെ, അപ്പോഴാണ് വിളിക്കുമ്പോൾ എഴുന്നേൽക്കുന്നത്. അല്ലെങ്കിൽ ഉറക്കിൽ തന്നെ മരണം സംഭവിക്കും. അള്ളാഹ് പറയാം, ഉറക്കം എന്ന് പറയുന്നത് എന്താണ്? മരണമാണ്. അതുകൊണ്ടാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതാനുള്ള ഓതിയിട്ട് കിടക്കണമെന്ന് ഉമ്മമായും വാപ്പായൊക്കെ പറയുന്നത്. ഇത് ചാടിക്കറി അങ്ങ് കിടക്കുകയാണ്, എന്തെങ്കിലും പാട്ട് കേട്ടുകൊണ്ട് അങ്ങ് കിടക്കുക. നമ്മുടെ കൗമ് ഒരു ശുദ്ധിയില്ല, ഒരു വൃത്തിയില്ല. നല്ലതുപോലെ ഒളു ചെയ്ത് റാഹത്തായിട്ട് വന്ന് ഇരുന്നിട്ട് ഫാത്തിഹ, ആയത്തുൽ കുർസി, ആമന റസൂലു, ഒരു സൂറത്തുൽ ഇഖ്ലാസ് 3 ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, നാസ് ഓതി കൈവെള്ളയിൽ ഊതണം. എന്നിട്ട് ഇങ്ങനെ തല മുതൽ ഇങ്ങനെ തടവണം, 2 കൈയിൽ 2 കാല് ഫുള്ള്. അങ്ങനെയാണ് ഉറങ്ങേണ്ടത്. എന്നിട്ട് ബിസ്മിക അമൂത്തു അഹ്യ, ഏറ്റവും ചുരുങ്ങിയത്. ഇതൊന്നും നമ്മുടെ കൗമ പറയുന്നില്ല, ഇതൊന്നും ചെല്ലുന്നുമില്ല. ഇതൊക്കെ മദ്രസയിൽ നിന്ന് പഠിച്ചു വെച്ചിട്ടും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തിരുസുന്നത്തുകളൊന്നും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നില്ല എങ്കിൽ പിന്നെന്ത് മുസ്ലിം? ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരുപാട് ജീവിച്ചു, പക്ഷെ ഒരു നന്മയില്ല, വെറുതെ ജീവിക്കാൻ. ഇപ്പം റമദാൻ വരികയാണ്, ഇനിയെങ്കിലും നമ്മൾ നന്നാവണ്ടേ? നമ്മൾ നിസ്കാരം കറക്റ്റ് ആക്കണം. തഹജ്ജുദൊക്കെ കഴിഞ്ഞ റമദാനിൽ നിസ്കരിച്ചതാ, പിന്നെ അല്ലാ ഇതുവരെ തഹജ്ജുദ് പതിവാക്കിയിട്ടില്ല. കഴിഞ്ഞ റമദാനിൽ നിസ്കരിച്ചതാ, അത്താഴം കഴിക്കാൻ വേണ്ടി എഴുത്തപ്പോൾ എന്ത് ചെയ്തു? അവർ 2 റക്അത്ത് തഹജ്ജുദ് ഫുഡ് എടുത്തു വെക്കുന്ന സമയത്ത് നിസ്കരിച്ചേക്കാന്ന് കരുതി അങ്ങനെ നിസ്കരിച്ചവരുണ്ട്. ആ സമയത്ത് പോലും നിസ്കരിക്കാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പല്ലുപോലും തേക്കാതെ വന്ന് റാഹത്തായിട്ട് പത്തിരി ഇറച്ചി അടിച്ചിട്ട് പോയി വീണ്ടും കടന്നേച്ചു. അങ്ങനത്തെ കൗമുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. സുബൈ പോലും ഇല്ല. എങ്ങനെ രക്ഷപ്പെടും? സല്ലൂ ബില്ലൈൽ വന്നാസു നിയാമുൻ തദ്ഖുലുൽ ജന്നത ബിസലാം. രാത്രിയിലുള്ള നമസ്കാരം നിങ്ങൾ ശ്രദ്ധിക്കണേ. രാത്രിയുള്ള നമസ്കാരം കൊണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുമെന്ന് നബിയോനാ റസൂലുള്ളാഹി. സ്വർഗത്തിൽ കടക്കാൻ, വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ പറ്റുന്ന ഒരു അമലാണ് ഏത്? തഹജ്ജുദ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. 2 റക്അത്ത് നിസ്കരിക്കുക. അപ്പൊ സുബൈയുടെ ബാങ്ക് എത്ര? 5:30 അല്ലേ? 5:30 ബാങ്ക് വിളിക്കുക. അവർ 5 മണിക്ക് എഴുന്നേറ്റാൽ തന്നെ 2 റക്അത്ത് സുബൈ തഹജ്ജുദ് പറ്റും. മാഷാ അല്ലാഹ്, ഒന്ന് ചെയ്തു നോക്ക് സഹോദരങ്ങൾ. അതിന്റെ നേട്ടം നിസ്സാരമല്ല. ومن الليل فتهجد به نافلة لك عسى أن يبعثك ربك مقاما محمودا.
അല്ലാഹു ഖുർആനിലൂടെ നബി തങ്ങളോട് പറഞ്ഞതാണ്, നബിയേ നബിയേ, രാത്രിയിൽ നിന്ന് അല്പസമയം അല്ലാഹുവിന് വേണ്ടി ഉറക്കമൊഴിക്കാൻ തയ്യാറാവണേ, നിസ്കരിക്കാൻ തയ്യാറാവണേ. അസാ അയ്യബഅസക റബ്ബുക മഖാമൻ മഹ്മൂദാ. എല്ലാവരാലും സ്തുതിക്കപ്പെടുന്ന ഒരു സ്ഥാനം, മഖാമം മഹ്മൂദിലേക്ക് തങ്ങളെ എത്തിക്കുമാ നിസ്കാരമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഖുർആൻ കേവലം പ്രവാചകർക്ക് മാത്രമുള്ളതല്ലല്ലോ. സത്യവിശ്വാസികളെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുകയാ, തഹജ്ജുദ് പതിവാക്കുന്നവന് അവൻ അല്ലാഹു ഉന്നതമായ സ്ഥാനം നൽകാൻ ഹേതുവാകുമേ, ഉന്നതമായ സ്ഥാനത്തിലേക്ക് എത്തുമേ. 2 റക്അത്ത് തഹജ്ജുദ് മുടങ്ങാതെ പതിവാക്കിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് അല്ലാഹു എത്തിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്തുതിക്കപ്പെടുന്ന ഒരു സ്ഥാനത്തിന് അർഹനാകും. ആളുകൾ നിന്നെ വെറുക്കൂല. മുടങ്ങാതെ നിസ്കരിക്കണം. 2 റക്അത്തെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഒന്ന് തുടങ്ങി വെച്ച് നോക്ക്. അത് തുടങ്ങാൻ പറ്റുന്ന സമയമാണ് റമദാൻ. അത് റമദാൻ 30 ദിവസം വന്ന പിന്നെ ബാക്കി അങ്ങോട്ട് നടക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് നമ്മൾ റമദാനിൽ ചെയ്തതാകെ നമ്മളൊക്കെ കളഞ്ഞു. തഹജ്ജുദില്ല, ദുഹായില്ല, വിത്തർ 3 റക്അത്ത് നിസ്കരിച്ചിരുന്ന തറാവീഹിനോടൊപ്പം. ഇപ്പോൾ ഉണ്ടോ? വിത്തർ കണ്ടിട്ട് പോലും ഇല്ല, ആ വഴിക്ക് പോയിട്ടില്ല, എല്ലാം ഒഴിവാക്കി. ഇപ്പൊ ആകെ ഉള്ളതെന്താ? സുബഹിക്ക് ശേഷം എല്ലാവരും ജമാഅത്തായിട്ട് ഉറങ്ങും. ജമാഅത്തായിട്ട് നിസ്കാരം ഇല്ലെങ്കിലും അപ്പായും ഉമ്മായും കെട്ടിയോളും എല്ലാവരും കൂടി ആയത്തായിട്ട് കെട്ടിപ്പിടിച്ച് ഉറങ്ങുക. സുബഹി കഴിഞ്ഞ് ജമാഅത്തായിട്ട് ഉറങ്ങുക. അത് 2 മണിക്കൂർ നടക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. കഴിഞ്ഞ റമദാന് ശേഷവും എല്ലാ റമദാനുകൾക്ക് ശേഷവും തുടർത്തിക്കൊണ്ട് വരുന്ന ഒരു അമല് ആകെ ഉള്ളത് ഇപ്പൊ ഇതാ. ബാക്കിയൊക്കെ ഒഴിവാക്കി, എല്ലാ നന്മയും കളഞ്ഞു. സുബഹി കഴിഞ്ഞ് ഉറങ്ങാൻ പാടില്ല. ബർക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ. ബർക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ. ജീവിതത്തിൽ ഒരു ബർക്കത്തും വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? അങ്ങനെ ആരും ഉണ്ടാവൂല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അങ്ങനെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സുബഹിക്ക് ശേഷം കിടന്ന് ഉറങ്ങിക്കോന്ന്. ഇന്ന് നമ്മളിലുള്ള ചെറുപ്പക്കാർക്കൊക്കെ നല്ല വിദ്യാഭ്യാസമുണ്ട്, നമ്മുടെ സഹോദരിമാർക്കൊക്കെ നല്ല വിദ്യാഭ്യാസമുണ്ട്. ജോലിയില്ല ഉസ്താദെ, എൻ്റെ ഭർത്താവിന് ജോലിയില്ല, എൻ്റെ മകന്. എന്താ കാര്യം? സുബഹി കഴിഞ്ഞ് ഉറക്കാണ്. ബർക്കത്ത് കെട്ടവനായി മാറി. അള്ളാഹു ആക്കട്ടെ. നല്ല വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ അവൻ ആ വിദ്യാഭ്യാസത്തിന് യോജിച്ച നിലയ്ക്കുള്ള ജോലിയില്ല. അതാണ് പ്രശ്നം. ജോലിയുണ്ട്, പക്ഷെ പറ്റുന്ന ജോലിയല്ല. അവന്റെ വിദ്യാഭ്യാസത്തിന് യോജിച്ചതാകുന്ന ജോലിയില്ല. എന്താ കാരണം? സുബഹി കഴിഞ്ഞിട്ട് ഉറക്കാണ്. ബർക്കത്ത് കേടുണ്ടാകും സുബഹിക്ക് ശേഷം ഉറങ്ങിയാൽ. ഉദയത്തിന് മുമ്പ് ഉറങ്ങാൻ പാടില്ല. അഥവാ അത്ര ക്ഷീണമുണ്ട്, രാത്രിയിൽ ഖുർആൻ ഓതി നിസ്കരിച്ച് ഇബാദത്തെടുത്തൊരു മനുഷ്യനാ എങ്കിൽ അവൻ ഉറങ്ങിക്കോ. ഉദയം കഴിഞ്ഞിട്ട് അല്പം ഒന്ന് ഉറങ്ങും. അതാണ് വേണ്ടത്. ഉദയത്തിന് ശേഷമേ ഉറങ്ങാവൂ. എന്തുകൊണ്ട്? നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തതാണ്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹാ. അല്ലാഹുവേ, എന്റെ സമുദായത്തിന്റെ പ്രഭാതത്തിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തതായ ശ്രേഷ്ഠമായ വിശിഷ്ടമായ സമയമാണ്. ആ സമയത്ത് ഉറങ്ങരുതേ. ഉറങ്ങിയാൽ ബറക്കത്ത് കേടാണ്, ബറക്കത്ത് ഉണ്ടാവുകയില്ല. എന്റെ ഉമ്മത്തിന് ബറക്കത്ത് ചൊരിയണേ എന്ന് ആര് ദുആ ചെയ്തു? സയ്യിദുനാ റസൂലുള്ളാഹി. പക്ഷെ ആ ഉമ്മത്ത് എന്ത് ചെയ്യണം? സുബഹിക്ക് ശേഷം ഉറങ്ങാതെ ഉറക്കമൊഴിച്ച് ദിക്റും ഖുർആനുമൊത്തും വേണം. ദിക്റിലായി കഴിഞ്ഞു കൂടണം. റമദാനിലൊക്കെ ആണെങ്കിലും നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മളെന്താ ചെയ്യുക? വേഗം പോയി ഉറങ്ങാൻ. യഥാർത്ഥത്തിൽ 1 മണിക്കൂർ സമയം ഖുർആനും ദിക്റുമായി കഴിയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. രാത്രി തറാവി നിസ്കരിച്ചിട്ട് വേഗം പോയി ഉറങ്ങുക. അവിടെ ഇവിടെ കറങ്ങി ഇങ്ങനെ നടക്കണ്ട. ജ്യൂസ് കുടിക്കാനും ഷവർമ അടിക്കാനും ഒക്കെ ഇട്ട് ഇങ്ങനെ നടക്കുക. അതൊക്കെ ഒഴിവാക്കിയിട്ട് തറാവിയും വിത്രമൊക്കെ കഴിഞ്ഞോ ഇവിടെ വന്നിട്ട് അല്പം ഖുർആൻ ഓതുക, വേഗം തന്നെ ഉറങ്ങിക്കുക. റാഹത്ത്. കാരണം രാവിലെ തഹജ്ജുദിന് എഴുന്നേൽക്കണം. അതാണ് മെയിൻ. രാവിലെ ഒരു 4 മണിക്ക് എഴുന്നേറ്റാൽ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആൻ ഓതാൻ പറ്റും, ദിക്ർ ചൊല്ലാൻ പറ്റും, ഇസ്തിഗ്ഫാർ ചൊല്ലാൻ പറ്റും. ഇതിനൊക്കെ മഹത്വമാണല്ലോ. ആ സമയത്ത് ചെയ്യുന്ന എല്ലാ നന്മകൾക്കും മഹത്വമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
എന്നിട്ട് നല്ല റാഹത്തായിട്ട് സുബൈ നിസ്കരിക്കുക. പള്ളിയിലേക്ക് പുരുഷന്മാർ പോകുന്നു, ജമാഅത്തായി നിസ്കരിക്കുന്നു. സുബൈക്ക് ശേഷം 1 മണിക്കൂർ സമയം അല്പം ദിക്റിലായി കഴിഞ്ഞുകൂടി. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ഖൗമുൻ സല്ലവു സുബ്ഹ വദക്കറുല്ലാഹ അസ്സ വജല്ല ഹത്താ തത്ലുഅ അശംസു തഅദിലു ഉംറതൻ താമതൻ താമാ. സുബഹിക്ക് ശേഷം ഉദയത്തിന്റെ സമയം വരെ അല്പസമയം ദിക്റിലായി കഴിഞ്ഞുകൂടുന്ന ഏതൊരു മുസ്ലിമുണ്ടോ, ഏതൊരു മുഅ്മിനത്തായ ഉമ്മയുണ്ടോ, ഖുർആൻ ഓതി നിലകൊള്ളുന്നവരാണോ, ദിക്ർ ചൊല്ലി നിലകൊള്ളുന്നവരാണോ, തഹ്ലീൽ ചൊല്ലുന്നവരാണോ, വിർദുൽ ലത്തീഫ് ചൊല്ലുന്നവരാണോ, അസ്മാഉൽ ഹുസ്ന ഓതുന്നവരാണോ, ഉദയത്തിന്റെ സമയം വരെ അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് നിലകൊണ്ടാൽ തഅദിലു ഉംറതൻ താമതൻ താമതൻ താമാ, പരിപൂർണമായ ഉംറ നിർവഹിച്ച പ്രതിഫലം അല്ലാഹുവിന്റെ അക്കൗണ്ടിലേക്ക് രേഖപ്പെടുത്തുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉദയം വരെ എന്ത് വേണം? ദിക്ർ ചെല്ലണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ശരിക്കും മനസ്സിലായിക്കോ. അപ്പൊ റമളാൻ നമ്മൾ എങ്ങനെ ദിവസങ്ങളെ ചിട്ടപ്പെടുത്തണം, അതാ ഇപ്പൊ പറഞ്ഞു വരുന്നത്. ശരിക്കും മനസ്സിലായിക്കോ. തഹജ്ജുദ് നിസ്കരിച്ച അവർക്ക് എന്തൊഴിവാകും? വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റും. വിചാരണ ഉണ്ടാവൂല, വിചാരണ ഒഴിവാകും. ചെറിയ കാര്യമല്ലല്ലോ. ونفخ في الصور فإذا هم من الأجداث إلى ربهم يصلون. قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون. إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون. പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീനിലൂടെ അല്ലാഹു ലോകരെ ഉണർത്തുകയാണ്. സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ 3ാമത്തെ ഊത്തങ്ങോട് കടന്നു വരുമ്പോ ലോക ജനത മുഴുവനും ഇതാ മഹ്ശറയിലേക്ക് തെളിക്കപ്പെടുകയാണ്. ഖബർ പിളർന്നുകൊണ്ട് ആളുകൾ ഇതാ എഴുന്നേൽക്കുകയാണ്. ഖബർ പിളർന്നുകൊണ്ട് ജനങ്ങൾ ചോദിക്കുകയാ, യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. ആരാണ് ഞങ്ങളെ ഈ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തിയത്? ആരാണ് ഗാഢനിദ്രയിൽ കഴിഞ്ഞിരുന്നതായ ഞങ്ങളെ ആരാണ് വിളിച്ചുണർത്തിയതെന്ന് ചോദിക്കുമ്പോ അല്ലാഹു മലക്കുകൾ മുഖേന മറുപടി നൽകുകയാ, ഹാദാ മാ വഅദ റഹ്മാനു വസദഖൽ മുർസലൂൻ. റഹ്മാനായ പടച്ച തമ്പുരാൻ 1,24,000 അംബിയാ മുർസലീങ്ങളെ ഈ ദുനിയാവിലേക്ക് പ്രബോധനത്തിന് അയച്ചപ്പോൾ അവർ മുഴുവനും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതായ ദിനമല്ലയോ? നന്മ തിന്മകൾ മുഴുവനും പ്രതിഫലം നൽകുന്നതായ നാളല്ലയോ? ദിവസമല്ലയോ? അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതായ മഹ്ശറയാണ് ഇതാ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് എന്ന് പറയുകയാ. ഇൻ കാനത് ഇല്ലാ സയ്ഹത വാഹിദ. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ സൂറന്ന കാഹളത്തിലൂടെയുള്ള ഒരൊറ്റ അട്ടഹാസത്തോടുകൂടി ഫഇദാഹും ജമീഉൻ ലദൈനാ മുഹ്ളറൂൻ. അല്ലാഹു എന്ന ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറപ്പിന്റെ മുന്നിലേക്ക് എല്ലാവരും ഒരുമിച്ച് വരികയാ. ആദം നബി അലൈഹിസ്സലാം മുതൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള എല്ലാ അമ്പിയാക്കളും അതത് സമുദായത്തെ വലിച്ചുകൊണ്ട് റബ്ബിന്റെ മുന്നിലേക്ക് എത്തുമ്പോ കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലക്ക് മീതെ കൊണ്ടുവരുകയാണ്. കത്തിയാട് നരകത്തെ അല്ലാഹു മുന്നിലേക്ക് ഇതാ മാലിക് അലൈഹിസ്സലാം മുഖേന വലിച്ചു കൊണ്ടുവന്ന് നിർത്തുകയാ.
എല്ലാ മനുഷ്യ മക്കളും കടന്നു വന്നിട്ടുണ്ട്. എല്ലാ അമ്പിയാക്കളുമുണ്ട്, എല്ലാ ഔലിയാക്കളുമുണ്ട്, എല്ലാ നിരീശ്വരവാദികളുണ്ട്, എല്ലാ യുക്തിവാദികളുമുണ്ട്. ഇന്ന് പോയവരും കഴിഞ്ഞു പോയവരും വരാനിരിക്കുന്നതുമായ ജനകോടികൾ മുഴുവനും മഹ്ശറിൽ വന്ന് നിൽക്കുകയാണ്. യൗമ യഖൂമുർ റൂഹ് വൽ മലായികതു സഫാ ലാ യതകല്ലമൂൻ ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ വഖാല സവാബാ. എല്ലാ മലായികത്തുകളും പടച്ച റബ്ബിന്റെ മുന്നിൽ സഫ് സഫായി വന്നുകൊണ്ട് അണി നിൽക്കുന്ന രംഗമല്ലേ. വരാത്തതായ ഒരു സൃഷ്ടികളില്ല. എല്ലാവരും പടച്ച റബ്ബിന്റെ മുന്നിൽ കുല്ല ഉമ്മത്തിൻ ജാഫിയ. അല്ലാഹു തന്നെ ഖുർആനിലൂടെ പറയുകയാണ്, നബിയേ നബിയേ, അന്ന് തങ്ങള് ജനങ്ങളെ കാണുമ്പോ മുട്ടിൽ കെട്ടി ഭയവിഹ്വലരായി പേടിച്ചുകൊണ്ട് അള്ളാന്റെ മുന്നിൽ നിൽക്കുന്നത് നബിയെ തങ്ങൾക്ക് നേർക്ക് നേരെ കാണാൻ സാധിക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. എല്ലാവരും പേടിച്ചുകൊണ്ട് നിലകൊള്ളുന്ന മഹ്ശറയിൽ, സൂര്യനെ തലക്ക് മീതെ നിർത്തിയിട്ട് വിചാരണ ചെയ്യുന്ന മഹ്ശറയിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് ജനങ്ങൾ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോ ഫയുനാദാ മുനാദിർ, അല്ലാഹു ഒരു മലക്ക് മുഖേന വിളിക്കുകയാണ് ഐനല്ലദീന കാനൂ തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ യദഊന റബ്ബഹും ഖൗഫൻ വതമഅ. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് അവന്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് രാത്രി സർവരും ഉറങ്ങുമ്പോ ഉറക്കിൽ എഴുന്നേറ്റുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കാൻ തയ്യാറായ കാസർഗോഡുള്ളതാകുന്ന ഉപ്പയെവിടെ, ഉമ്മയെവിടെ, ചെറുപ്പക്കാരനെവിടെ, സഹോദരി എവിടെ, രാത്രി ഉറക്കം മാറ്റി വെച്ചുകൊണ്ട് നമസ്കരിച്ചതായ തഹജ്ജുദ് പതിവാക്കിയ മുസ്ലിം എവിടെ, മുഅ്മിൻ എവിടെ? അല്ലാഹു മലക്ക് മുഖേന ചോദിക്കുമ്പോ ചില കൈകൾ ഉയരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ കൈകളെ പ്രത്യേകമായി തരംതിരിക്കുകയാണ്. കോടാനു കോടി ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് നിൽക്കുന്നതായ മഹ്ശറയിൽ നിന്ന് ആ അഹ്ലുകാരെ അല്ലാഹു പ്രത്യേകം മാറ്റി നിർത്തുകയാ. അവരോടായി അല്ലാഹു പറയുമത്രേ, ഉദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്, വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കണേ. നിങ്ങൾക്ക് വേണ്ടി ഇതാ സ്വർഗം അല്ലാഹു തയ്യാർ ചെയ്തിരിക്കുകയാണ്. വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന വിഭാഗമാണ് തഹജ്ജുദ് പതിവാക്കുന്നവരെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, സല്ലൂ ബില്ലൈൽ വന്നാസു നിയാമുൻ തദ്ഖുലുൽ ജന്നത ബിസലാം. രാത്രിയിലുള്ള തഹജ്ജുദ് നിങ്ങൾ പതിവാക്കണേ. ജനങ്ങൾ മുഴുവനും ഉറക്കിലാണ്, ഉറങ്ങാതെ ഉറക്കമൊഴിച്ചുകൊണ്ട് നിസ്കരിക്കണേ. എന്നാൽ അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം നൽകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് തഹജ്ജുദ് മുടക്കാതെ കൊണ്ടുവന്നു. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്നിട്ട് എന്ത് ചെയ്യണം? അല്പം ഖുർആൻ ഓതണം. ഞാൻ നിർത്താൻ 10 മിനിറ്റ് കൂടി. 10 മിനിറ്റ് ഇരിക്കൂലേ? ഇരിക്കുന്നുള്ളവർ കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. 12:30 ആകുമ്പോൾ നമുക്ക് അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. 12:30 ആകുമ്പോൾ നമുക്ക് നിർത്താം. പോരെ? അല്ലാഹു നമ്മളെ സ്വീകരിക്കണം. ശരിക്കും ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം. അല്പം ഖുർആൻ ഓതണം. എന്താ ഖുർആൻ ഓതിയാലുള്ള ഗുണം? ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. ശരീരം കൊണ്ട് നിർവഹിക്കുന്ന ആരാധന കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരത്തെ ഗൗനിക്കേണ്ട മാസം. നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് റജബ് മാസത്തിന്റെ അവസാന വാരത്തില്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനെ കണ്ട് തിരിച്ചു വരുമ്പോഴാണ് നിസ്കാരം നമ്മുടെ കയ്യിലേക്ക് നൽകിയത്. മിഅ്റാജ് നടന്ന രാവ്.
അത് റജബിലാണ്. അതുകൊണ്ട് തന്നെ റജബ് മാസം മുതൽക്ക് നിസ്കാരത്തെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അവിടെ മുതൽ ശ്രദ്ധിക്കണം. ഒരൊറ്റ വഖത്ത് പോലും കളാരുത്. നമ്മൾ സിയാറത്തുണ്ട്, അത് സുന്നത്ത്. നിസ്കാരം എന്താ? ഫർള്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളൂ. നിസ്കാരം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ ഉള്ളൂ. ചില ആളുകൾ സിയാറത്ത് ടൂർ പോകും, നമസ്കാരം ഉപേക്ഷിച്ചിട്ട് യാതൊരുവിധ ഫലവുമില്ല. അവിടെ കിടക്കുന്ന മഹാന്മാരുടെ പൊരുത്തക്കേട് കിട്ടും, ഉറപ്പാണ്. അവരുടെ ഗുരുത്തക്കേട് കിട്ടും, അവരുടെ പൊരുത്തം ഉണ്ടാവൂല, മദതുണ്ടാവൂല, കാവലുണ്ടാവൂല, ഹിഫ്ളുണ്ടാവൂല. എന്നല്ല, നേരെ തിരിച്ചടിയായിരിക്കും. പോയ ഉദ്ദേശങ്ങൾ മുഴുവനും തകിടം മറിയും. അതൊക്കെ വളരെ ഗൗരവത്തിൽ മനസ്സിലായിരിക്കും. നിസ്കാരം ഉപേക്ഷിച്ചിട്ടുള്ള ഒരു പരിപാടിയും വേണ്ട. 5 നേരം കറക്റ്റായി നിസ്കരിക്കണം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി. പള്ളിയുടെ പരിസരത്ത് വസിക്കുന്നതായ പ്രിയപ്പെട്ട മുസ്ലിമേ, മുഅ്മിനേ, പള്ളിയിലല്ലാതെ നിസ്കാരമില്ല നിനക്കെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖീല വമൻ ജാറുൽ മസ്ജിദി യാ റസൂലല്ലാഹ്. സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയേ, നബിയേ, ആരാണ് പള്ളിയുടെ അയൽക്കാരൻ, പള്ളിയുടെ അയൽവാസി ആരാണ്? ആരാണ് പള്ളിയുടെ പരിസരത്ത് വസിക്കുന്നവൻ? പള്ളിയിൽ തന്നെ നിസ്കരിക്കണമെന്നല്ലേ തങ്ങൾ പറഞ്ഞത്? ആരാണ് പള്ളിയുടെ അയൽക്കാരൻ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലദീന യസ്മഊന നിദാ ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്. നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണ സുന്ദരമായ ബാങ്കൊലികൾ കൃത്യമായി കേൾക്കുന്നതായ ഏതൊരു വിശ്വാസിയുണ്ടോ, സഹോദരനുണ്ടോ, അവൻ പള്ളിയുടെ അയൽവാസിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അവൻ എവിടെ വന്ന് നിസ്കരിക്കണം? പള്ളിയിൽ തന്നെ നിസ്കരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. നമസ്കാരങ്ങളെ സമയത്തെ തൊട്ട് പിന്തിപ്പിച്ച് നമസ്കരിക്കുന്നതായ മുഅ്മിനീങ്ങളില്ലയോ, മുഅ്മിനാത്തുകളില്ലയോ, അവർക്ക് തന്നെ ഖുർആൻ പറഞ്ഞിരിക്കുന്നത് അവരെ ഖുയിലേക്ക് അല്ലാഹു വകമാറ്റുന്നതാണ്. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അല്ലാഉ സ്വലാഹ്. നമസ്കാരത്തെ പാഴാക്കുന്നവർ, നമസ്കാരത്തിന്റെ അവ്വല് വഖത്തിനെ തൊട്ട് പിന്തിച്ചുകൊണ്ട് ളുഹർ അസറിലേക്ക് നമസ്കരിക്കുന്നവരില്ലേ, അസറിനെ മഗ്രിബിലേക്ക് ചേർക്കുന്നവരില്ലേ, മഗ്രിബിനെ ഇശായിലേക്ക് ചേർത്ത് നമസ്കരിക്കുന്നവരില്ലേ, കാരണമില്ലാതെ, യാത്രയോ മറ്റു കാരണമോ ഇല്ലാതെ അകാരണമായി നമസ്കാരങ്ങളെ പിന്തിപ്പിക്കുന്ന മുസ്ലിം സഹോദരങ്ങളില്ലേ, സഹോദരിമാരില്ലേ, ഫസൗഫ യൽഖൗന ഗയ്യ. നരകത്തിന്റെ ഒരു ചെരിവാണ് വാദിൻ ഫീ ജഹന്നമ. തഫ്സീർ ജലാലൈനി അടക്കം കാണാം. നരകത്തിന്റെ ഒരു ഭാഗമാണ് അല്ലാഹു അതിലേക്ക് അവരെ എടുത്തെറിയുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിസ്കരിക്കാത്തവനല്ല, പിന്നെന്താ? നിസ്കാരത്തെ സമയത്തെ തൊട്ട് പിന്തിച്ചാൽ തന്നെ നരകത്തിന്റെ ഒരു ചെരിവ എന്നാണ് ആ ഭാഗത്തെ കുറിച്ച് പറയുന്നത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചിട്ട് പറയുന്നു, അളാഉഹ എന്ന് പറഞ്ഞാൽ നമസ്കാരത്തെ പാഴാക്കുക എന്ന് പറഞ്ഞാൽ നിസ്കാരത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു എന്നല്ല അർത്ഥം, മറിച്ച് അഖറൂഹ അൻ ഔഖാതിഹ എന്നാണ്. നിസ്കാരത്തെ അതിന്റെ സമയത്തെ തൊട്ട് പിന്തിക്കുക എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചോളം നിസ്കാരം എങ്ങനെയാ? ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതൻ. സമയബന്ധിതാണ്, സമയത്ത് നിസ്കരിക്കണം, വെച്ച് പിന്തിക്കാൻ പാടില്ല. പിന്തിച്ചാൽ അത് അപകടമാണ്, പ്രയാസമാണ്. സ്ഥിരമായി അങ്ങനെ പിന്തിച്ചാൽ അവനുണ്ടാകുമെന്ത്? നരകമായിരിക്കും, നരകത്തിന്റെ ഒരു ഭാഗമായിരിക്കും. നിസ്കരിക്കാത്തവനെ കുറിച്ചല്ല ഈ പറയുന്നത്.
നിസ്കരിക്കാത്തവനെ കുറിച്ച് ചർച്ച തന്നെ ഇല്ല. ഇതാരെ കുറിച്ചാണ് പറയുന്നത്? നിസ്കരിക്കുന്നുണ്ട്, ആ നിസ്കാരം തന്നെ സമയത്തല്ല, എപ്പോഴെങ്കിലും തോന്നുന്ന പോലെ ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിസ്കരിക്കുന്നവർ. സഹോദരിമാർ അടുക്കളയിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ളുഹർ നിസ്കാരം അസറിലേക്ക് വെച്ച് പിന്തിക്കുന്നവർ. കച്ചവടക്കാരായ ആളുകൾ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ളുഹറും അസറും മഗ്‌രിബ് ഇശാവും കൂടി എല്ലാം കൂടി ജമ്മ് ചെയ്തിട്ട് പള്ളിയിൽ തന്നെ നിസ്കരിക്കും ചില ആളുകൾ. പക്ഷെ എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഒറ്റ അടിയാ. ആ പരിപാടിയൊന്നും നടക്കൂല. അവന് നരകത്തിന്റെ ഒരു ഭാഗമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സയ്യിദു താബിഈൻ, താബിഈങ്ങളുടെ നേതാവാണ് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുകയാണ്, നിസ്കാരത്തിയതിന്റെ സമയത്തെ തൊട്ട് പിന്തിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തെന്നറിയുമോ? അല്ലാ യുസല്ലിയൽ ളുഹറാ ഹത്താ യഅതിയൽ അസറാ. ളുഹർ നമസ്കാരം നിർവഹിക്കില്ല അസറിന് സമയമെത്താതെ. വല്ലാ യുസല്ലിയൽ അസറ ഹത്താ യഅതിയൽ മഗ്രിബ. അസർ നമസ്കാരം മഗ്രിബ് എത്താതെ നിസ്കരിക്കില്ല. വല്ലാ യുസല്ലിയൽ മഗ്രിബ ഹത്താ യഅതിയൽ ഇശാ. ഇശാഇന്റെ സമയമെത്തുന്നത് വരെ മഗ്രിബിനെ പിന്തിക്കുകയാണ്. വല്ലാ യുസല്ലിയൽ ഇശാ ഹത്താ യത്ലുഅൽ ഫജ്ർ. സുപ്രഭാതം പുലരുന്നത് വരെ അവനിതാ ഇശാ നിസ്കരിക്കില്ല. ഈ രീതിയിൽ നമസ്കാരത്തെ പിന്തിക്കുന്നതായ ആളുകളാണ് മൻമാത വഹുവ മുസിറുൻ അലാ ഹാദിഹിൽ ആലാ. ആരെങ്കിലും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു ഈ രീതിയിലാണ് അവൻ നമസ്കരിച്ചുകൊണ്ട് മരിക്കുന്നത് എങ്കിൽ അല്ലാഹു അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാ നരകത്തിന്റെ ഒരു ചെരുവെന്ന് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. ഒക്കെ ഇമാമികൾ വിശദീകരിച്ചത് നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് നിസ്കാരത്തെ കറക്റ്റ് ആക്കിക്കോ. ഇപ്പൊക്കെ നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ നിസ്കാരം എന്നല്ല, സമയത്തൊന്നുമല്ല, എപ്പോഴെങ്കിലും കയറി നിസ്കരിക്കാം, അത് നടക്കൂല. നിസ്കാരം കറക്റ്റ് ആയിരിക്കണം, അവ്വൽ വഖത്തിലായിരിക്കണം. റമളാനിന് മുന്നൊരുക്കമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം അവിടെ മുതൽക്കാം. ശരീരം കൊണ്ട് നിർവഹിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏത്? നിസ്കാരം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിസ്കരിക്കാത്തവന്റെ കാര്യം ചർച്ചയില്ല കേട്ടോ, ഞാൻ തീർത്തു പറയാണ്. സിയാറത്ത് മാത്രം ആഹത്തായിട്ട് വന്നിട്ട് സിയാറത്തും ചെയ്തിട്ട് ഓടുകയാണ്, പിന്നെ നിസ്കാരമൊന്നുമില്ല. അവൻ ഹല്ലി വല്യാണ്, എടുത്ത് ദൂരോട്ടെറിയോ. അവനെതിരെ നബിതങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. ദാ കേട്ടോ, ദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ലാ തദഅ ഫീനാ ശഖിയൻ വലാ മത്റൂദൻ വലാ മഹ്റൂമാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പരാജയത്തിന്റെ വാഹകരെ നീ ഉൾപ്പെടുത്തരുത്. അല്ലാഹ്, പരാജയത്തിന്റെ വാഹകരെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുത്. അല്ലാഹ്, നിന്റെ അനുഗ്രഹങ്ങളെ തൊട്ട് വിദൂരമാക്കപ്പെട്ടതായ പരാജയത്തിന്റെ വാഹകരെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുത്. അല്ലാഹ്. സഹാബത്ത് ആമീൻ പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അതദറൂന മനിശഖിയുൽ മഹ്റൂം, ആരാണ് ഈ പരാജയത്തിന്റെ വാഹകരെന്ന് നിങ്ങൾക്കറിയുമോ സ്വഹാബ? അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യത്തിന് മുന്നിൽ അവർ പറയുകയാണ്, ഇല്ല നബിയെ, അറിയില്ല റസൂലേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, താരിഖുസ് സ്വലാ, താരിഖുസ് സ്വലാ, നിസ്കാരത്തെ ഉപേക്ഷ വെച്ചുകൊണ്ട് നടക്കുന്ന മുസ്ലിമീങ്ങളില്ലേ, മുസ്ലിമത്തുകളില്ലേ, ഉപ്പമാരില്ലേ, ഉമ്മമാരില്ലേ, ചെറുപ്പക്കാരില്ലേ, വൈകുന്നേര സമയത്ത് ടറഫുകൾ ഉണരുകയാണ്. മഗ്രിബിന്റെ സമയമാണ്, തൊട്ടടുത്ത പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങുന്നുണ്ട്, ജമാഅത്തിന് പോകാൻ ചെറുപ്പക്കാര് തയ്യാറല്ല. മഗ്രിബ് എവിടെ, ഇശാ എവിടെ, സുബ്ഹി എവിടെ? രാത്രി മുഴുവനും ടറഫിലാണ്. പാതിരാത്രി സമയത്ത് മുഴുവനും നമസ്കരിച്ചതാകുന്ന പ്രവാചകന്റെ അനുയായിയാണ്. ആ പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബത്തിന്റെ അനുയായിയാണ്. രാത്രി മുഴുവനും ഖുർആൻ ഓതി ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കിയ ഷാഫി മദ്ഹബിന്റേതാകുന്ന അനുയായിയാണ്. ഷാഫി ഇമാമിന്റെ അനുയായിയാണ്. അവരിതാ രാത്രിയിൽ കള്ളു കുടിക്കുകയാണ്, സിനിമ കാണുകയാണ്, സീരിയൽ ദർശിച്ചുകൊണ്ട് ഒരു വിഭാഗം സ്ത്രീകൾ നിലകൊള്ളുകയാ, റീൽസ് കളിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. മാരകമാകുന്ന MDMA
ബീഡിയും എല്ലസിനും അടക്കമുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ ഇതാ ഉപയോഗിക്കുകയാണ്. പരിശുദ്ധമായ നമസ്കാരത്തെ തള്ളിക്കളയുന്നവരെ അള്ളാഹുവിന്റെ സർവ്വ അനുഗ്രഹങ്ങളെ തൊട്ട് വിദൂരമാക്കപ്പെട്ടവരാണ് അവരെന്ന് നബിയോനാ റസൂലുള്ളാഹി. റമദാൻ കടന്നു വരുമ്പോ ആ റമദാനിൽ പോലും നമസ്കാരങ്ങളില്ലാതെ, തറാവീഹ് പോലും നമസ്കരിക്കാതെ, വിത്റുകൾ പോലും ഗൗനിക്കാതെ, രാത്രി സമയങ്ങളിൽ പന്ത് കളിയുമായി ഇറങ്ങുന്ന ചെറുപ്പക്കാരെ, മുസ്ലിമീങ്ങളെ, കാസർഗോഡുള്ള യുവാക്കളെ സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ല റസൂലുള്ള തന്നെ 1400 വർഷം മുമ്പ് പ്രാർത്ഥിച്ചതാ, അല്ലാഹുവേ പരാജയത്തിന്റെ അഖിലുകാരെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുത് അല്ലാ. ആരാണ് നബിയെ ഈ പരാജയത്തിന്റെ വാഹകർ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു അത്രേ, താരിഖു സ്വലാ, താരിഖു സ്വലാ. നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിസ്കാരത്തെ ഒഴിവാക്കുക.